മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് ഇതിൽ ഡിസൈനിൽ വരുത്തിയ ഗുരുതരമായ മാറ്റങ്ങൾ കാരണമാണ് ഈ അപകടമുണ്ടായത് എന്ന് കൊല്ലം MP എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നതിൽ നിർമ്മാണത്തിലാണോ മേൽനോട്ടത്തിലാണോ വീഴ്ചയുണ്ടായത് എന്നത് പരിശോധിക്കണം. ഉയരത്തിൽ മണ്ണ് നിറച്ചുകൊണ്ടുള്ള നിർമ്മാണം പൂർണ്ണമായി ഒഴിവാക്കി കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാണ് MP മീഡിയ വണിനോട് പ്രതികരിച്ചത്. നമുക്ക് MPയുടെ പ്രതികരണം കാണാം. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കൊട്ടിയത്താണ് ഒരു അപകടമുണ്ടായിരിക്കുന്നത്. MPയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പ്രധാന ചോദ്യം വരുന്നത് DPR സംബന്ധിച്ച് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. നേരത്തെ KC വേണുഗോപാലൊക്കെ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഈ ഒരു അപകടത്തിലേക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും ടെക്നോക്രാറ്റ്സ് അല്ല, ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ല. പക്ഷെ ഇതിന്റെ നിർമ്മാണത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഒറിജിനൽ ഡിസൈനിൽ ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതാണ്. ഇപ്പൊ ചെയ്തു വന്നപ്പോൾ റോഡുകൾക്കൊന്നും സർവീസ് റോഡിന് 7 മീറ്റർ വീതിയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 3.5 മീറ്റർ ക്രമത്തിൽ ടു ആൻഡ് ഫ്രോ 2 സൈഡ് ട്രാഫിക് നടപ്പാക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ സകല സ്ഥലങ്ങളിലും പരിശോധിച്ചാൽ 7 മീറ്റർ വീതി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. അതൊരു സൂപ്പർവിഷനിലുണ്ടായ ഒരു വീഴ്ചയാണോ? സൂപ്പർവിഷനിലുള്ള വീഴ്ചയാണോ, ഇതിന്റെ ഒറിജിനൽ പദ്ധതി എൻവിസേജ് ചെയ്തപ്പോൾ ഉണ്ടായ വീഴ്ചയാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. 45 മീറ്റർ വീതിയിൽ 45 മീറ്റർ വീതിയിൽ 6 വരി പാത നിർമ്മിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധരായ എല്ലാവരും ഇപ്പൊ നമ്മളോട് പറയുകയാണ്. കാരണം ഇത്രയും എർത്ത് ആൻഡ് ഫില്ലിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായും സർവീസ് റോഡ് കുറയും. അത് അല്ലെങ്കിൽ മുഴുവൻ ഈ പറയുന്നത് പോലെ കോൺക്രീറ്റ് പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അല്ലാത്തടത്തോളം കാലം ഈ പറയുന്ന റിട്ടേണിംഗ് വാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിന്റെ വീതി ഗണ്യമായ നിലയിൽ എടുക്കുമ്പോൾ 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. 3 മീറ്ററിൽ താഴെയുള്ള സ്ഥലങ്ങൾ പോലുമുണ്ട്. ശരിയായ പഠനം നടത്തിയിട്ടാണോ ഈ ഡിസൈനും അലൈൻമെന്റും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം എങ്ങനെയാണിത് ചെയ്യാൻ കഴിയുക? ഇതിപ്പോ 29 മീറ്ററാണ് ഉയരം. 29 മീറ്റർ ഉയരത്തിൽ രണ്ടു വശത്തും ഈ പറയുന്ന കേവലമായിട്ടുള്ള റീറ്റൈനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്ത്, അതും ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള റീറ്റൈനിങ് വാൾസ് ആണ്. ആ റിട്ടേണിംഗ് വാൾസ് റിട്ടേൺ ചെയ്ത് ഇത്രയും ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ഈ ഉയരപ്പാതയ്ക്ക് നിലനിൽക്കാൻ കഴിയുക? അതും ഈ ചതുപ്പ് പ്രദേശങ്ങളിലടക്കം. ഇപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഭൂഘടന സത്യത്തിൽ ഇത്രയും ഉയരത്തിൽ ഒരു പാത നിർമ്മിക്കാൻ പര്യാപ്തമായിട്ടുള്ള ബലവും ഉറപ്പുമുള്ള മണ്ണല്ല ഈ മണ്ണ്. ആ സ്ഥലത്താണ് ഇത്രയും ടൺ കണക്കിന് മണ്ണ് ഫില്ല് ചെയ്ത് രണ്ടു വശത്തും റിട്ടേണിംഗ് എർത്തൻ വാൾ നിർമ്മിച്ച്, അത് മാത്രവുമല്ല ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണ് അതിന്റെ ഘടനയും ഇനി അടുത്തൊരു വലിയ ഗുരുതരമായ ആക്ഷേപം വരാൻ പോവുകയാണ്. ചെമ്മണ്ണ് കൊണ്ടാണ് ഫില്ല് ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷെ ഇപ്പൊ ഏതാ ഫില്ല് ചെയ്യുന്നത്? ഇപ്പൊ ഫില്ല് ചെയ്യുന്നത് മുഴുവൻ അഷ്ടമുടി കായലിൽ നിന്നും വിവിധ കായലുകളിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന പശയില്ലാത്ത തരിമണലായിട്ടുള്ള കരിമണലാണ് ഇപ്പൊ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നത്. ഈ പറയുന്ന ഏറ്റവും കിഴുക്കാം തൂക്കായി കിടക്കുന്ന ഈ മൈലക്കാട് ഇറക്കത്ത് ഈ ഉയരപ്പാത ഇടിഞ്ഞു വീണ സംഭവം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. സാങ്കേതിക വിദഗ്ധരുടെയും ഗവൺമെന്റുകളുടെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കണ്ണു തുറക്കണം. ഇതൊരു വലിയ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രതികരണമാണ് കണ്ടത്. ശരിയാണ് ലിജോ, ഇതിപ്പോ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വീണുകിട്ടിയ ഒരു ആയുധം എന്നതിനപ്പുറത്തേക്ക് വലിയ അനാസ്ഥ ഇതിനകത്ത് നടന്നു എന്ന വിമർശനങ്ങളും ഒക്കെ ഉയർന്നൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ പ്രതിപക്ഷവും കോൺഗ്രസും ഇത് എങ്ങനെയൊക്കെ ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധ സമര പരിപാടികൾ അവിടെ കാണേണ്ടി വരും? കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടമുണ്ടായി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നു. അവർ പറഞ്ഞ കാര്യം ഇതാണ്. കൃത്യമായി ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ നിന്നുകൊണ്ട് അതിനൊരു മേൽനോട്ടം വഹിക്കുന്നില്ല ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു കാര്യമായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ചത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആളുകൾ വരുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് മാത്രം കടക്കുന്നു. ഈ പ്രതിഷേധങ്ങളുടെ കാര്യം നോക്കുമ്പോൾ പ്രധാനമായിട്ടുമുള്ള ഒരു വെല്ലുവിളി പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കൊല്ലത്തേക്ക് പ്രചരണം അവസാനിക്കാനായിട്ട് പരസ്യപ്രചരണം അവസാനിക്കാൻ നാളെയും കൂടെ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തേക്ക് പോകുക എന്നുള്ള കാര്യം ചുരുക്കമാണ്. തങ്ങളുടേതായിട്ടുള്ള പ്രതിഷേധം ജനപ്രതിനിധികളെല്ലാം തന്നെ
തന്നെ ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അത് ശക്തമായി തന്നെ ഉന്നയിക്കും. അത് തന്നെയാണ് എം പി പറഞ്ഞത്. സ്ഥലം എം എൽ എ ആയിട്ടുള്ള GS ജയലാൽ പറയുന്ന ആരോപണങ്ങൾ അത് തന്നെയാണ്. തന്നെ പോലും ഇക്കാര്യങ്ങൾ ഇതുമായി വരുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അറിയിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എം പിയും പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളും കാര്യങ്ങളൊക്കെ ഉന്നയിക്കും. ആളുകളുടെ ആശങ്ക മാറ്റിക്കൊണ്ട്, കാര്യം ഇതിന്റെ അടുത്തുള്ള എന്ന് പറയുന്നത് വയലൊക്കെ നിറഞ്ഞൊരു മേഖലയാണ്. അവിടുത്തെ ഒരു പ്രധാന പാതയിൽ നിന്നും കുറച്ചധികം ദൂരത്തേക്ക് അവിടെ റോഡ് ഉൾപ്പെടെ പൊട്ടി അതിന്റെ ഭാഗങ്ങളെല്ലാം വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മണ്ണ് ചില ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പിളർന്നിട്ടുണ്ട്. ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. ഒന്ന് അതുവഴി പോകുന്ന യാത്രക്കാർക്ക്, ആ പ്രദേശത്തുള്ളവർക്ക് അല്ലെ.